എൻ്റെ പേര് ലിമി രാഗേഷ്. ഞാൻ മുപ്പത്തടുത്തുനിന്ന് വരുന്നു, ആലുവയിൽ നിന്ന്. ഞാൻ ഉടമ്പടി എടുത്ത് 2019 2020 എൻ്റെ ചേച്ചിയുടെ മകൾക്ക് മെനിജനിറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം ബാധിച്ച് കോമ സ്റ്റേജിലായിരുന്നു. 2 മാസത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റായിരുന്നു. ഡോക്ടർമാരെ കിട്ടില്ല എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഈ 2 മാസം കൊച്ച് ഭക്ഷണമൊന്നും കഴിക്കില്ല, ഫുൾ കിടപ്പ് തന്നെയാണ്. കണ്ണ് കുത്തിയ കണ്ണടക്കൂല, രാത്രി ഉറക്കൂല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കൊച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് കഴുത്തിൻ്റെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഒരു ട്യൂബ് ഇട്ടിട്ട് അതിൽ കൂടെ കൊച്ചിന് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരാം, അതുവരെ കൊച്ചിന് ഹോളൊന്നും ഇടാൻ സമ്മതിക്കരുത്. അന്നിവിടെ ലോക്ക്ഡൗൺ സമയം ഭയങ്കര കൂടുതലായിരുന്നു. ഞാൻ ഓടി ഇവിടെ വന്ന് ആ കയറ്റുമ്പോൾ കിടന്ന് തൂങ്ങി കരയുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു ചേട്ടൻ വന്നിട്ട് തേൻ തന്നു. ഈ തേൻ കൊണ്ടുവന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു നീ ഈ തേൻ കൊച്ചിന് കൊടുക്ക്, കൊച്ച് ഭക്ഷണം കഴിക്കും, കൊച്ചിന് ട്യൂബൊന്നും ഇടേണ്ട ആവശ്യം വരില്ല എന്ന് പറഞ്ഞു. കൊച്ചിന് തേൻ കൊടുത്ത് കൊച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ കൊച്ചിന് ഈ അവസ്ഥ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ്റെ അവസ്ഥ ഭയങ്കര ക്രിട്ടിക്കലാവുകയും കൊച്ചിന് ഇപ്പം തന്നെ 3.5 ലക്ഷം രൂപ നമുക്കായി. പിന്നെ ഒരു 7 ലക്ഷം രൂപ പ്ലാസ്മ ചെയ്യണമെന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത്. അപ്പോൾ ആ പ്ലാസ്മ ചെയ്യാനുള്ളൊരു എമൗണ്ട് നമ്മുടെ കയ്യിലില്ല. ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണേണ്, എനിക്ക് ഇങ്ങനെ കിടക്കണം കൊച്ചിനെ കാണാൻ എനിക്കിനി വയ്യ, എനിക്ക് മരിച്ചിറങ്ങണ കൊച്ചിൻ്റെ അവസ്ഥ കാണാൻ എനിക്ക് വയ്യാതിക്ക് മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണേണെന്ന് പറഞ്ഞു. ഡോക്ടർമാർ ഞങ്ങൾക്ക് ഒരു ദിവസമേ സമയം തന്നിട്ടുള്ളൂ, ഈ ഒരു ദിവസത്തിനുള്ളിൽ പ്ലാസ്മ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണത്. ഞാൻ ചേച്ചിനോട് പറഞ്ഞു ഈ ഒരു ദിവസത്തിനുള്ളിൽ നീ ആത്മഹത്യ ചെയ്യരുത്, എനിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നീ താ, മാതാവ് നമുക്ക് വേണ്ടിയിട്ട് ഇടപെടും. ഞാൻ മുട്ടിപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തന്നെ മാതാവിൻ്റെ രൂപത്തിൽ ഒരു ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾക്ക് കാണുകയും ആ വ്യക്തി ആ തലേ ദിവസം വരെ ഗൾഫിലായിരുന്നു. അന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ആ വ്യക്തിയെ കാണാൻ പറ്റി. കണ്ടപ്പോൾ ആ വ്യക്തി ഞങ്ങളോട് പറഞ്ഞ് ആ വ്യക്തിനെ കാണാൻ നേരത്ത് ഭയങ്കര ബാൻഡും ചെണ്ടകൊട്ടും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ ചെണ്ടകൊട്ടും ബാൻഡും ഒക്കെ കൊട്ടണത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, മാതാവിന് വേണ്ടിയിട്ടുള്ള കൊട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഉത്തരം ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറേ മരണങ്ങൾ മാതാവ് കാണേണ്ടി വരുമെന്ന് പറഞ്ഞു. ആ വ്യക്തി കണ്ടോടുകൂടി എനിക്ക് ആ വ്യക്തിയുടെ നമ്പർ തരികയും ആ വ്യക്തിയോട് പറഞ്ഞ് ഇവിടെ നിന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ്. ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയത്. മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് ഞങ്ങൾ ആസ്റ്ററിലോട്ട് കൊണ്ടുപോയി. ഈ 2 മാസത്തോളം മെഡിക്കൽ ട്രസ്റ്റിൽ തന്നെ കിടന്ന ഞങ്ങൾ ആസ്റ്ററിൽ ചെന്നപ്പോൾ വെറും 8 ദിവസത്തിനുള്ളിൽ പ്ലാസ്മയും വേണ്ട, ഒന്നും വേണ്ട, 7 ലക്ഷം രൂപയിൽ നിന്ന് 50,000 രൂപ കൊടുത്ത് മാതാവ് ഞങ്ങളുടെ കൊച്ചിനെ ഉയർത്തി തന്ന്. 1 കൊല്ലം അല്ലെങ്കിൽ 6 മാസം കഴിയാണ്ട് കൊച്ച് ബെഡിൽ നിന്ന് എഴുന്നേക്കില്ല എന്ന് പറഞ്ഞ കൊച്ചിനെ മാതാവ് കൈപിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് നടത്തിച്ചിട്ടാണ് ഞങ്ങളെ വീട്ടിലോട്ട് വിട്ടത് തന്നെ. മാതാവിൻ്റെ കൃപയാലാണ് അത് നടന്നത്. പിന്നെ 20 കൊല്ലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഗവൺമെൻറ് ജോലി സ്ഥിരമാവുന്നുണ്ടായില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെയാണ് ഗവൺമെൻറ് ജോലി സ്ഥിരമായതും. എൻ്റെ ഭർത്താവിനും ജോലി സ്ഥിരമാവുന്നുണ്ടായില്ലായിരുന്നു. ഭർത്താവിനും ജോലി സ്ഥിരമാവുകയും ചെയ്തു. പിന്നെ എനിക്ക് ഇവിടെ ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വണ്ടിയില്ലാണ്ട് പുറത്തോട്ട് ഇറങ്ങാത്ത ഞാൻ ഇത്രയും ദൂരം അഖണ്ഡ ജപമാല റാലിക്ക് നടന്നിട്ട് സ്വന്തമായിട്ട് എനിക്കൊരു സ്ഥാപനം നടത്താനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു. ഇത്രയും കോടാനുകോടി അനുഗ്രഹം തന്നതിന് മാതാവിന് 1000 നന്ദി ഞാൻ പറയുന്നു. പിന്നെ സാക്ഷ്യം പറയാൻ വൈകിയതിന് മാതാവിനെ ഞാൻ ക്ഷമ ചോദിക്കുന്നു.